ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും അന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ ഈ വീഡിയോ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ വീഡിയോ കേട്ടോ. ഞാൻ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ തലേ ദിവസം കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഞാനത് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഞാൻ ബലൂണും കാര്യങ്ങളൊക്കെ വേർപ്പിച്ചിട്ട് റൂമിൽ വെച്ചു. ബാക്കിയുള്ളതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. ആ ടൈമിൽ രണ്ടാളും ഉറങ്ങുന്ന ടൈമിലാണ് ഞാനും ഉമ്മയും ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രൊഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ രാത്രി അവർ ഉറങ്ങിയ ശേഷം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം അവർ രാവിലെ നീക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രാത്രി അവർ ഉറങ്ങിയിട്ട് ചെയ്തത്. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ അത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ. അപ്പോൾ ഞാനിത് അവൻ കാണാതെയാണ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവന് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ മോൻ്റെ ബർത്ത്ഡേ കൂടെ തന്നെ മോളുടെ ബർത്ത്ഡേ ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത്. കാരണം മോളുടെ ബർത്ത്ഡേ മാർച്ച് 18-ാം തീയതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് ആരും വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് കാരണം അന്ന് കഴിച്ചില്ല. അപ്പം മോൻ്റെ ബർത്ത്ഡേ കൂടെ കഴിക്കാൻ വെച്ചിട്ട് ഇത്ര ദിവസം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാളും ഒരുമിച്ചിട്ടാണ് ബർത്ത്ഡേ കഴിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബർത്ത്ഡേ അന്നത്തെ വീഡിയോ ആണ്. ബർത്ത്ഡേ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നെ എല്ലാവരും വരുന്ന സമയത്തൊക്കെ കുറച്ച് ജ്യൂസ് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഞാൻ മാംഗോ ക്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും പാലും കുറച്ച് തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മാംഗോ ക്രഷ് വെച്ചിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോഴേക്കും മോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കണ്ണ് പൊത്തിട്ട് സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയ ഡെക്കറേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? അവൻ നാണക്കളൊക്കെ കേക്കൊക്കെ കൊണ്ടുട്ടോ. രസമുണ്ടാ? വാച്ചേ ഇങ്ങോട്ട് വാ. കേക്ക് ഉണ്ടാക്കാൻ വയ്ക്കാൻ അവൻ ആദ്യം കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ പറഞ്ഞു നല്ല രസമുണ്ട്, അത് എപ്പോഴാണ് ചെയ്ത് എങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇതേപോലെ ചെറിയ കാര്യങ്ങളൊക്കെ മതി. പിന്നെ അവന് സർപ്രൈസായിട്ട് ഞങ്ങൾ സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഞങ്ങൾ കുറച്ച് മുമ്പ് സ്കൂൾ വെക്കേഷനിൽ വെച്ച് കുറച്ച് മുമ്പ് ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ രണ്ടാളും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാൾക്കും കൊടുക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാൻ പിന്നെ ക്ലീനിങ്ങും അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം രണ്ടാളെയും കുളിപ്പിച്ചിട്ട് പിന്നെ മോളപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെ ഉറക്കിയിട്ട് പിന്നെ മോന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് മോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ അവനതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതാണ് അവൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. 11:30 ആയപ്പോഴേക്കും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഇറക്കി വെക്കുകയാണ്.
അപ്പോൾ അവർ ഫുഡൊക്കെ കൊടുന്ന് വെച്ച് അവർക്ക് ക്യാഷും കാര്യങ്ങളും കൊടുത്തിട്ട് അവർ പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉള്ളിലോട്ട് എടുത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ മോൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി ഹസ്ബൻഡും ഉമ്മയും പിന്നെ വല്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ജ്യൂസൊക്കെ കൊടുക്കുമായിരുന്നു. അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മോൾ എഴുന്നേറ്റ് മോൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ മോളുടെ ബർത്ത്ഡേ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അതുപോലെ മോൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 12 ആയപ്പോഴേക്കും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൻ്റെ ക്ലാസ്സിലെ മിസ്സിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മകൻ കേക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു. ക്യാഷ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ചേഞ്ചൊക്കെ ആക്കിയിട്ട് ക്യാഷൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ പോയി. അപ്പോൾ ഒരു കേക്ക് കൊടുന്നെന്ന പാടിന് ഞങ്ങൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കേക്ക് നന്നായി മെൽറ്റായി വരുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് ദൂരം നിന്നാണ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൂടുമല്ല, അപ്പോൾ അതുകൊണ്ട് കേക്ക് നല്ലോണം മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ടേബിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിലാണ് അവൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഉപ്പാനും ഉമ്മാനും ഒരു കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അത് ഇതിൽ വെച്ചിട്ടില്ല. ഈ കേക്ക് കട്ട് ചെയ്ത ശേഷമാണ് അവൾ കൂടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് അതും കട്ട് ചെയ്തു. അപ്പോഴേക്കും രണ്ടാമത്തെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ കയ്യിലായിരുന്നു ഒരു കേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കേക്കും കൂടി ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അതൊക്കെ അനിയത്തികളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് മോള് കരഞ്ഞ ശേഷം ഞാൻ പുറത്തോട്ട് പോയിട്ട് അവളെ കരച്ചിലൊക്കെ മാറ്റിയായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞാൻ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് പോയി. ചിക്കൻ ബിരിയാണി ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അനിയത്തിയുടെ ഉമ്മയും അതുപോലെ അവരുടെ ഹസ്ബൻഡൊക്കെ ഇരുന്നു, വല്യപ്പൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കഴിക്കില്ലെന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ശേഷം കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അനിയത്തിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അനിയത്തിയുടെ ഹസ്ബൻഡും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും ഉമ്മയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വല്യപ്പ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയ ശേഷം വൈകുന്നേരം അനിയത്തികളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരും വീട്ടിലോട്ട് പോയി. ഉമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.